നമസ്കാരം. സ്പോർട്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യ വേഴ്സസ് USA മാച്ചിൻ്റെ മാച്ച് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒറ്റയ്ക്ക് പടവെട്ടി ക്യാപ്റ്റൻ സ്കൈ. മുംബൈയിലെ വാൻഖഡയിൽ ക്യാപ്റ്റൻ സ്കൈയുടെ താണ്ഡവം. USA കണ്ണം വഴി ഓടിച്ച് ആദ്യ ജയം സ്വന്തമാക്കി ടീം ഇന്ത്യ. മുംബൈയിലെ വാൻഖഡയിൽ വാട്ട് എ ഗ്രേറ്റ് ഇന്നിങ്സ്. ഈ ഇന്നിങ്സിനെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം. വാട്ട് എ ഗ്രേറ്റ് ഇന്നിങ്സ്. സ്കൈയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്നലത്തെ മാച്ച് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്കൈ താണ്ഡവം തന്നെയായിരുന്നു ഇന്നലെ മുംബൈയിലെ വാൻഖഡയിൽ നമ്മൾ കണ്ടത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, സൂര്യകുമാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന് സ്പെഷ്യൽ ഗ്രൗണ്ട് തന്നെയാണ് മുംബൈയിലെ വാൻഖഡ സ്റ്റേഡിയം എന്ന്. അതിനൊത്ത പ്രകടനം തന്നെയാണ് ഇന്നലെ സൂര്യകുമാർ യാദവ് അവിടെ കാഴ്ചവെച്ചത്. പ്രേക്ഷകരെ, അവിടെ കൂടിയ കാണികളെ ഉള്ളിലണിയിപ്പിക്കുന്ന രീതിയിലുള്ള വാട്ട് എ ഗ്രേറ്റ് ഇന്നിങ്സ് തന്നെയായിരുന്നു സ്കൈയുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടിരുന്നത്. ആദ്യം ടോസ് നേടിയ USA ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. 2 മാറ്റങ്ങളോടെയായിരുന്നു ടീം ഇന്ത്യ ഇന്ന് ഇറങ്ങിയിരുന്നത്. ബുംറയും സഞ്ജു സാംസണും ഇന്നും പ്ലേയിങ് 11 ഉണ്ടായിരുന്നില്ല. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും തന്നെയായിരുന്നു ഓപ്പണിംഗ് ജോഡിയിൽ ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് പിഴയ്ക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അഭിഷേക് ശർമ്മ ഡക്കിനെ പുറത്താക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. അതിനുശേഷം ഇന്ത്യയുടെ വിക്കറ്റുകളിൽ ഇങ്ങനെ തുടരെ പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. ഇഷാൻ കിഷൻ 16 ബോളുകൾ നേരിട്ട് 20 റൺസോടെയും തിലക് വർമ്മ 14 ബോൾ നേരിട്ട് 25 റൺസോടെയും ശിവം ഡ്യൂബെ ഗോൾഡൻ ഡക്കായിട്ടും റിങ്കു സിംഗ് 6 റൺസോടെയും ഹാർദിക് പാണ്ഡ്യ 5 റൺസോടെയും അക്സർ പട്ടേൽ 14 റൺസോടെയും ഹർഷദീപ് സിംഗ് 4 റൺസോടെയും ഇങ്ങനെയായിരുന്നു ഇന്ത്യയുടെ തുടരെയുള്ള വിക്കറ്റുകൾ നേടിയിരുന്നതെങ്കിൽ മറുഭാഗത്ത് സ്കൈ അങ്ങനെ ഒരു വജ്രായുധം പോലെ ഇങ്ങനെ അടിയുറച്ച് നിൽക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. 77-6 എന്ന നിലയായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നതെങ്കിൽ അവിടെ നിന്ന് ഒറ്റയ്ക്ക് പടവെട്ടി സ്കൈ ഇന്ത്യയുടെ സ്കോർ ബോർഡ് മികച്ച രൂപത്തിൽ മുന്നോട്ട് നയിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത്. മികച്ച ഒരു നിലയിലേക്ക് ഇന്ത്യയെ എത്തിച്ചു. അദ്ദേഹം 49 പന്തുകൾ നേരിട്ട് 84 റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് എന്നുള്ളതാണ് പറയാനുള്ളത്. അദ്ദേഹം ഔട്ടാകാതെ പുറത്താകാതെ അങ്ങനെ നിന്നപ്പോൾ USA വേറെ ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല. USA പ്ലാനുകൾ അവിടെ താളം തെറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുന്നു, സ്കൈയുടെ താണ്ഡവം തന്നെയാണ് ഇന്ത്യയെ ഇന്നലത്തെ വിജയത്തിലേക്ക് നയിച്ചതെന്ന് ഞാൻ നിസ്സംശയം പറയും. മറുഭാഗത്ത് USA വിക്കറ്റെടുത്ത ടേക്കറിൽ ഷാൻവിക്ക് 35 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് 4 ഓവർ എറിഞ്ഞ് 4 വിക്കറ്റുകൾ അദ്ദേഹം എടുത്തിരുന്നു. അതുപോലെ തന്നെ ഹർദീപ് സിംഗും 26 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ അദ്ദേഹവും എടുത്തിരുന്നു. അങ്ങനെ 161-9 എന്ന നിലയായിരുന്നു ഇന്ത്യ ഇന്നിങ്സ് അവസാനിപ്പിച്ചത്. 70 ഓവറിൽ അവർക്ക് ജയിക്കാൻ, USA ജയിക്കാൻ 162 ചേസ് ചെയ്യുക എന്നുള്ളത് ഒരു കടമ്പ തന്നെയായിരുന്നു. പക്ഷെ അവർ കുറേ പൊരുതി എങ്കിലും അവിടെ ഒന്നും അവർക്ക് വിജയം എന്നുള്ള മധുരം നുണയാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ടും നമ്മുടെ ബോളേഴ്സ് അനുവദിച്ചില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. മറുഭാഗത്ത് സെക്കൻഡ് ഇന്നിങ്സിന് ഇറങ്ങിയ USA തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ പോകുന്ന കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. സിറാജാണ് ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റുകൾ സമ്മാനിച്ചുകൊണ്ടിരുന്നത്. അവർ 13-3 എന്ന നിലയിലെത്തിയപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും വിജയത്തിനടുത്ത് പോലും അവർക്ക് എത്താനായിരുന്നില്ല. ഇന്ത്യക്ക് വേണ്ടി ഹർഷദീപ് സിംഗ് 2 വിക്കറ്റുകൾ 18 റൺസ് വിട്ടുകൊടുത്തിരുന്നു. അതുപോലെ തന്നെ 24 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ മുഹമ്മദ് സിറാജും എടുത്തിരുന്നെങ്കിൽ അക്സർ പട്ടേലും 2 വിക്കറ്റുകൾ 24 റൺസ് വിട്ടുകൊടുത്തിരുന്നു. വരുൺ ചക്രവർത്തിയും 24 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റും പിഴുതെടുത്തിരുന്നു. ഇങ്ങനെയാണ് അവരുടെ ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യ 29 റൺസിൻ്റെ വിജയം മധുരം ഇതാ നുണഞ്ഞിരിക്കുകയാണ്. ആദ്യ വിജയം ഇതാ ഇന്ത്യ കുറിച്ചിരിക്കുകയാണ്. ഇത് അടുത്ത മത്സരം ഇനി നെതർലാൻഡായിട്ടാണ്. അവർക്കുള്ള ഒരു താക്കീത് കൂടിയാണ്. കൂടാതെ പാകിസ്ഥാൻ ഒന്ന് കരുതിയിരുന്നോളെന്നുള്ള മറുപടി കൂടിയാണ് ഇന്ത്യയുടെ ഈ ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത്. ഇവിടെ കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല രാമ. ഇതൊരു
ഒരു ഷോ മാത്രം. ഇനി പടം വരാൻ കിടക്കുന്നതേയുള്ളൂ. ബാക്കി ടീമുകൾ കരുതിയിരുന്നോളൂ. ഇന്ത്യ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതാ ലോകകപ്പിൽ വീണ്ടും മുത്തമിടാൻ ഇതാ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോഴും പറയുന്നു, ഇന്ത്യ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ കാത്തിരുന്നോളൂ, ഞങ്ങൾ ഇതാ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായിട്ട് സ്പോർട്സ് ചാനൽ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.